ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1385 ദിവസമായി ഇന്ന് 2025 ഫെബ്രുവരി മാസം 28 വെള്ളിയാഴ്ച. 1200 കുംഭമാസം 16 ഇന്ന് കുംഭമാസത്തിലെ ചതയം. ഏവർക്കും ചതയദിന ആശംസകളോടെ ഗുരുവചനങ്ങളിലേക്ക്. അച്ഛൻ്റെ പിണ്ടക്രിയകൾ പുത്രൻ ചെയ്യണം. പുത്രനില്ലെങ്കിൽ പുത്രൻ്റെ പുത്രൻ ചെയ്യണം. ആ പുത്രനുമില്ലെങ്കിൽ മരിച്ച ആളിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അയാളുടെ പുത്രൻ നിർവഹിക്കണം. പുത്രൻ, പൗത്രൻ, സഹോദരൻ, സഹോദരപുത്രൻ ഇവരില്ലെങ്കിൽ സഹോദരീപുത്രൻ കർമ്മം കഴിക്കണം. അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവും, ഭർത്താവ് മരിച്ചാൽ ഭാര്യയും കർമ്മം ചെയ്യണം. ശ്രീനാരായണ ഗുരുദേവൻ. ആദ്യത്തെ ഗുരുദേവ വിഗ്രഹം എന്ന് വിവരിക്കുന്ന രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി, സ്വാമി ശ്രദ്ധാനന്ദ ഈ മഹാത്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതാനും കാലം ഗുരുദേവൻ ശിവഗിരിയിൽ വിശ്രമിച്ചു. പ്രതിമാസ്ഥാപനത്തിൻ്റെ ആലോചന തലശ്ശേരിയിൽ നടക്കുന്നുവെന്ന് ശിവഗിരി മഠത്തിൽ അറിവ് കിട്ടിയിരുന്നു. അനുവാദത്തിനുള്ള അപേക്ഷയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് ഗുരുദേവൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വിദഗ്ധനായ ഒരു ഫോട്ടോഗ്രാഫർ തലശ്ശേരിയിൽ നിന്നും വർക്കല വന്നു. ഗുരുദേവൻ ശാരദാമഠത്തിന് സമീപം വൃക്ഷത്തണലിൽ വിശ്രമിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ഗുരുദേവ സന്നിധിയിൽ ചെന്ന് തൊഴുതു നിന്നു. ഗുരുദേവൻ: എവിടുന്ന്? ആഗതൻ: തലശ്ശേരിയിൽ നിന്ന്. സ്വാമിയുടെ പ്രതിമ നിർമ്മിക്കുന്നതിനു വേണ്ടി ഫോട്ടോ എടുക്കാൻ എന്നെ അയച്ചതാണ്. ഗുരുദേവൻ: അറിയാമോ? ഫോട്ടോഗ്രാഫർ: അറിയാം. ഗുരുദേവൻ മാവിലെ മാങ്ങ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ പടം എടുക്കാമോ എന്ന് ചോദിച്ചു. എടുക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഗുരുദേവൻ: അതിൻ്റെ രസപ്പടം എടുക്കാമോ? ഫോട്ടോഗ്രാഫർ മൗനമായി നിന്നു. ഗുരുദേവൻ: എങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നത്? രൂപയിൽ കാണുന്ന വിധം ഒരു വശം തിരിഞ്ഞുള്ള ഫോട്ടോയാണോ വേണ്ടത്? ഫോട്ടോഗ്രാഫർ ശേഖരൻ അത്ഭുതപരതന്ത്രനായിപ്പോയി. താൻ യാത്രാവസരത്തിൽ ബോട്ടിലിരുന്ന് ഗുരുദേവൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഏത് വിധമായിരുന്നാൽ നന്നായിരിക്കുമെന്ന് ആലോചിക്കുകയും ഒരു വശം തിരിഞ്ഞുള്ള വിധമായിരുന്നാൽ ഉണ്ടാകുന്ന മെച്ചം ഓർത്തുവച്ചിരുന്നതും ഗുരുദേവൻ കൽപ്പിച്ച ഒരേ വിധമായിരുന്നല്ലോ എന്നായിരുന്നു ശ്രീ ശേഖരൻ്റെ അത്ഭുതം. തലശ്ശേരിയിലെ പ്രതിമാവിഗ്രഹത്തിൻ്റെ മട്ടിലുള്ള ഗുരുദേവൻ്റെ ഫോട്ടോ നാം കാണുന്നത് ഒരു വശം തിരിഞ്ഞ് തെല്ല് കീഴമർന്നിട്ടുള്ളതാണ്. ആ വിധം ഒരു പടം നിർമ്മാണ കമ്മിറ്റിക്ക് പല വിധത്തിലും അന്ന് അനുഗ്രഹമായിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.